ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാഡമി. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഫിസിക്സിലെ NOS ഫിസിക്സിലെ 14ാമത്തെ ചാപ്റ്ററാണ്. ദാറ്റ് ഈസ് ദ വേർവ് ഫിനോമിന. എന്താണ് വേർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് ആയിക്കോട്ടെ, സൗണ്ട് ആയിക്കോട്ടെ, മറ്റെന്തെങ്കിലും ഒരു വൈബ്രേഷൻസ് ആയിക്കോട്ടെ, അതിൻ്റെ ആ ഒരു പാത്ത് നമ്മൾ ഫിസിക്സിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സൈനുസോഡൽ മോഷനാണ് അല്ലേ. ഇങ്ങനെ തരംഗങ്ങളായിട്ട് അല്ലെങ്കിൽ തരംഗത്തിനെയാണ് നമ്മൾ ശരിക്കും വേർവ്സ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ അങ്ങനെ മൂവ് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ വേർവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വേർവ്സ് മെയിൻലി 2 ടൈപ്സ് ആണുള്ളത്. ട്രാൻസ്വേഴ്സ് വേർവ്സും ഉണ്ട്, ലോഞ്ചിറ്റ്യൂഡൽ വേർവ്സും ഉണ്ട്. ട്രാൻസ്വേഴ്സ് വേർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അതിനകത്തുള്ള പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് ആ വേർവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വേർവ് ട്രാവൽ ചെയ്യുന്ന ആ ഒരു ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. ഇനി അങ്ങനെയല്ല, ആ വേർവ് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ആ വേർവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആ സെയിം പാത്തിൽ തന്നെയാണ് അതിനകത്തുള്ള പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, അതിനെ ലോഞ്ചിറ്റ്യൂഡൽ വേർവ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേർവിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ സൗണ്ടിൻ്റെ മൂവ്മെൻറ്റ് അല്ലേ. നമ്മുടെ വെലോസിറ്റി അല്ലെങ്കിൽ നമ്മുടെ സൗണ്ടിൻ്റെ മൂവ്മെൻറ്റ് എന്താണ് ട്രാൻസ്വേഴ്സ് വേർവിന് ബെസ്റ്റ് എക്സാമ്പിളാണ്. അല്ലെങ്കിൽ നമ്മുടെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്, ഒരു സ്ട്രിങ്ങിൽ നമ്മൾ അടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ഇല്ലേ, അത് നമ്മുടെ ട്രാൻസ്വേഴ്സ് വേർവ്സിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ട്രാൻസ്വേഴ്സ് വേർവിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണ് നടക്കുന്നത് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് നടക്കുന്നത്? വേർവ്സ് ട്രാവൽ ചെയ്യുന്നത്, അതായത് ഇതിൽ ഓരോ പാർട്ടിക്കിളും ട്രാവൽ ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷൻ, ഇതാണ് നമ്മുടെ വേർവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ. ആ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആ ഒരു പാത്തിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഒരു ട്രാൻസ്വേഴ്സ് വേർവിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ വേർവ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു വേർവ് ആ പാത്തിലൂടെ പോകുന്നത്, അതിനാണ് നമ്മൾ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ ഈ ഒരു ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും അതിനകത്തുള്ള ഓരോ പാർട്ടിക്കിളും മൂവ് ചെയ്യുന്നത്. കാരണം പാർട്ടിക്കിൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത്, ഇതിൽ ഓരോ പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻ്റ് ആണ് ഈ ഡോട്ട് ഇട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ പാർട്ടിക്കിൾ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, കാരണം വേർവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്, പക്ഷേ പാർട്ടിക്കിൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. സെക്കൻഡ് ഡയറക്ഷനിൽ പാർട്ടിക്കിൾ ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, മുകളിലോട്ട് തന്നെയാണ്. തേർഡിലും മുകളിലോട്ട് തന്നെയാണ്. അപ്പോൾ ഈ തേർഡിലും മുകളിലോട്ടാണ് ദെൻ എന്ത് ചെയ്തു, ഇവിടെ അടുത്ത പാർട്ടിക്കിൾ താഴോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ താഴോട്ടും മുകളിലേക്കുമാണ് എന്ത് ചെയ്യുന്നത്, ഓരോ പാർട്ടിക്കിളും മൂവ് ചെയ്യുന്നത്. പക്ഷെ വേർവിൻ്റെ പ്രൊപ്പഗേഷൻ്റെ ഡയറക്ഷൻ നേരെ പെർപെൻഡിക്കുലർ ആയിരിക്കും. ആ രീതിയിലാണ് നമ്മുടെ ട്രാൻസ്വേഴ്സ് വേർവിൻ്റെ പ്രൊപ്പഗേഷൻ നടക്കുന്നത്. ട്രാൻസ്വേഴ്സ് വേർവിന് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ കുറച്ച് ടേംസ് നമുക്ക് നോക്കാനുണ്ട്. ഫസ്റ്റ് വൺ, വേർവ് ലെങ്ത്. എന്താണ് വേർവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വേർവിൻ്റെ ലെങ്ത്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർവ് മോഷനിൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 നിയറസ്റ്റ് പാർട്ടിക്കിൾ വൈബ്രേറ്റിംഗ് ഇൻ ദ സെയിം ഫേസസ് ഈസ് കോൾഡ് വേവ് ലെങ്ത്. അതായത് സെയിം ഫേസസിൽ വൈബ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന വേർവ്സിൻ്റെ 2 പാർട്ടിക്കിൾസ് ഇല്ലേ, അവർക്കിടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വേർവ് ലെങ്ത് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഇതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഇതായിരിക്കും. അതായത് ഇതിനകത്തുള്ള ഈ 2 പാർട്ടിക്കിൾസ് ഒരേ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ഈ 2 പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. വേവ് ലെങ്ത്തിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ലാംഡ എന്ന് പറയുന്ന സിമ്പൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പെർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിലുള്ള വേവിൻ്റെ നമ്പേഴ്സ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ പ്രൊഡ്യൂസ് ചെയ്ത വേവിൻ്റെ നമ്പേഴ്സിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ വരുന്നത്, ഫ്രീക്വൻസി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ന്യൂ എന്ന് പറയുന്ന സിമ്പിൾ വെച്ചിട്ടാണ്. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ വരുന്നത് ലാംഡ ബൈ ടി ആയിരിക്കും. അതുപോലെ തന്നെ ഫ്രീക്വൻസിയുടെ മറ്റൊരു ഇക്വേഷനാണ് ന്യൂ ഇസ് ഈക്വൽ ടു വി ലാംഡ. ഇവിടെ വി എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. പിന്നെ ആംഗുലാർ വെലോസിറ്റി ഉണ്ട്. ഒരു വേവ്സിൻ്റെ ആംഗുലാർ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് 2π/t അല്ലെങ്കിൽ 2πμ എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ആവശ്യമായിട്ടുള്ള ഇക്വേഷനാണ്. ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ലെങ്ത് ആണ്, ലാംഡ ബൈ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ആണ്, അല്ലെങ്കിൽ വി ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ആണ്. ദെൻ ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t അല്ലെങ്കിൽ 2πμ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് വേവ് ആണ്. നെക്സ്റ്റ് ലോഞ്ചിറ്റ്യൂഡൽ വേവ്. ലോഞ്ചിറ്റ്യൂഡൽ വേവ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്, അതിനകത്തുള്ള ഓരോ പാർട്ടിക്കിളും മൂവ് ചെയ്യുന്നത് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിൻ്റെ സെയിം ഡയറക്ഷനിലായിരിക്കും. അങ്ങനെയുള്ള മൂവ്മെൻറ്റിനെയാണ് നമ്മൾ അങ്ങനെയുള്ള വേവ്സിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡൽ വേവ് എന്ന് പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡൽ വേവിൻ്റെ പ്രൊപ്പഗേഷനാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ പാർട്ടിക്കിൾസ്. ഈ പാർട്ടിക്കിൾസ് എന്താണ്, കുറച്ച് അങ്ങോട്ടും കുറച്ച് ഇങ്ങോട്ടും, അതായത് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ എന്താണ്, ഈ ഒരു ഡയറക്ഷനാണ്. അതേ ഡയറക്ഷനിലാണ് അതിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ആരോസ് കാണിക്കുന്നത് ഈ പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. ഇതാണ് വേവിൻ്റെ
പ്രൊപ്പഗേഷൻ നടക്കുന്നത്. അപ്പോൾ രണ്ടും സെയിം ഡയറക്ഷനിലാണെങ്കിൽ അങ്ങനെയുള്ള വേർബ്സിന് നമ്മൾ ലോഞ്ചിറ്റ്യൂഡൽ വേർവ് എന്നാണ് പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡൽ വേർവിൻ്റെ പ്രൊപ്പഗേഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. ബാക്കി പ്രോപ്പർട്ടീസ് ലാംഡ, മ്യൂ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂസ് ഒക്കെ എന്താണ് നമ്മുടെ ട്രാൻസ്വേഴ്സ് വേർവിൻ്റെ സിമിലറിന് തന്നെയാണ്, അല്ലെങ്കിൽ സെയിം തന്നെയാണ്. ഇനി ലോഞ്ചിറ്റ്യൂഡൽ വേർവും ട്രാൻസ്വേഴ്സ് വേർവും തമ്മിലുള്ള ഡിഫറൻസ്. ട്രാൻസ്വേഴ്സ് വേർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പാർട്ടിക്കിൾ ആർ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേർവ്. പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് പ്രൊപ്പഗേഷൻ ഓഫ് വേർവിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും. എന്നാൽ ഇവിടെ എങ്ങനെയാണ്? ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പാർട്ടിക്കിൾ ആർ അലോങ് ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേർവ്. പ്രൊപ്പഗേഷൻ ഓഫ് ദ വേർവിന്റെ സെയിം ഡയറക്ഷനിൽ തന്നെയായിരിക്കും പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നത്. അടുത്തത് transverse verbs look as a crust and trough propagating in the medium. ട്രാൻസ്വേഴ്സ് വേർബ്സ് എങ്ങനെ ഉണ്ടാവുക? ഒരു മീഡിയത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ക്രസ്റ്റും ട്രഫും പോലെ ആയിരിക്കും ഉണ്ടാവുക. ലോഞ്ചിറ്റ്യൂഡൽ വേർവ് ഗീവ് ദ അപ്പിയറൻസ് ഓഫ് ദ ഓൾട്ടർനേറ്റ് കംപ്രഷൻ ആൻഡ് റിഫ്രാക്ഷൻ. അതായത് ഓൾട്ടർനേറ്റ് കംപ്രഷൻ ആൻഡ് റിഫ്രാക്ഷൻ രീതിയിലായിരിക്കും നമ്മുടെ ലോഞ്ചിറ്റ്യൂഡൽ വേർവ് അപ്പിയർ ചെയ്തിട്ടുണ്ടാവുക. Then transverse verb can only be transmitted in solid or on the surface of a liquid. സോളിഡ്സിലും ലിക്വിഡ്സിലും സർഫസിലും മാത്രമേ ട്രാൻസ്വേഴ്സ് വേർബിന് അപ്പിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മുടെ ലോഞ്ചിറ്റ്യൂഡൽ വേർബിന് സോളിഡ്സിലും ലിക്വിഡ്സിലും ഗ്യാസിലും ഒക്കെ ട്രാവൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഇൻ കേസ് ഓഫ് ട്രാൻസ്വേഴ്സ് വേർബ് ദ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് ഗ്രാഫ് ഗിവ് ദ ആക്ച്വൽ പിക്ചർ ഓഫ് ദ വേർബ്സ്. അതായത് നമ്മുടെ ട്രാൻസ്വേഴ്സിൻ്റെ കേസിൽ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് ഗ്രാഫ് എന്താ തരുന്നത്? അതിൻ്റെ ആക്ച്വൽ പിക്ചർ തന്നെയാണ് തരുന്നത്. പക്ഷേ ലോഞ്ചിറ്റ്യൂഡൽ വേർബിൻ്റെ കേസിൽ ആ ഗ്രാഫ് എന്ത് മാത്രം റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളൂ? ടു റെപ്രസെൻറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് എ ഡിഫറെൻറ്റ് പോയിന്റ്. ഒരു ഗിവൺ ടൈമിൽ ഡിഫറെൻറ്റ് പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രമേ നമ്മുടെ ലോഞ്ചിറ്റ്യൂഡൽ വേർവിൻ്റെ കേസിൽ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് തരുന്നുള്ളൂ. പക്ഷേ ട്രാൻസ്വേഴ്സ് വേർവിൻ്റെ കേസിൽ ആക്ച്വൽ ഫിഗർ തന്നെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയാണ് ഇവർ തമ്മിലുള്ള മെയിൻ ഡിഫറൻസുകൾ. അടുത്തത് നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീരിയോഡിക് മോഷൻ, ഒരു ഓസിലേറ്ററി പീരിയോഡിക് മോഷനാണ്. ഒരു പെർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യുന്ന പീരിയോഡിക് മോഷനെയാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷനാണ് y = a sin omega t എന്ന് പറയുന്നത്. ഇവിടെ y ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, a എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് ആണ്, ഒമേഗ ആംഗുലാർ വെലോസിറ്റി ആണ്, t ടൈം ആണ്. therefore y = a sin omega t ആണ് നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ. ഇനി അങ്ങനെയല്ല, ദ ഫേസ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള ഫേസ് ഓഫ് വൈബ്രേഷൻ അറ്റ് ദ പോയിന്റ് പി ലാഗ് ബിഹൈൻഡ് എ ഫേസ് ഫൈ ആണെങ്കിൽ അവിടുത്തെ ഇക്വേഷൻ വരുന്നത് y = a sin omega t - 5 ആയിരിക്കും. ഇതാണ് നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ വേർവ്, അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ നടക്കുന്ന ആ വേർവിൻ്റെ പ്രൊപ്പഗേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒറിജിൻ ഓയിൽ നിന്ന് തുടങ്ങി ഈ ഒരു പെർട്ടിക്കുലർ ടൈമിലേക്ക് എത്തി തിരിച്ച് അതേപോലെ തന്നെ, അതായത് പീരിയോഡിക് ആയിട്ട് സെയിം മാനറിലാണ് ആ മൂവ്മെൻറ്റ് നടക്കുന്നത്. ആ ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഇത് തൊട്ട് ഇതുവരെയുള്ള അതിൻ്റെ ലെങ്ത്തിനെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് ആ പോയിന്റിലേക്ക് തന്നെ എത്താൻ എടുക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ് ഇല്ലേ, അതിനെയാണ് നമ്മൾ അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്. ഇനി വെലോസിറ്റി ഓഫ് എ ലോഞ്ചിറ്റ്യൂഡൽ വേർവ് ആൻഡ് ട്രാൻസ്വേഴ്സ് വേർവ് ഇൻ ഇലാസ്റ്റിക് മീഡിയം. അതായത് ഒരു വേർവ്സിൻ്റെ, ഒരു മീഡിയത്തിലൂടെയുള്ള വേർവ്സിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റിൻ്റെ വെലോസിറ്റി എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് കണ്ടുപിടിച്ചത് ആരാണ്? നമ്മുടെ ന്യൂട്ടൺ ആണ് അല്ലേ. ദ ന്യൂട്ടൺസ് ഫോർമുല ഫോർ ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എ ഗ്യാസ്. ഗ്യാസിലുള്ള ഒരു സൗണ്ടിൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷനാണ് അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തത്. ദാറ്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു √p/ρ ആണ്. ഒരു സ്റ്റാൻഡേർഡ് കേസിൽ സ്റ്റാൻഡേർഡ് പ്രഷറിൻ്റെ വാല്യൂ 1.01 × 10⁵ ആണ്. അതുപോലെ തന്നെ ഡെൻസിറ്റിയുടെ വാല്യൂ 1.29 kg/m³ ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി എന്ത് കിട്ടും? 280 m/s എന്ന് കിട്ടും. therefore ഒരു ഗ്യാസസിലൂടെയുള്ള സൗണ്ടിൻ്റെ വെലോസിറ്റി, മൂവ് ചെയ്യുന്ന സൗണ്ടിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 280 m/s ആണ് ആസ് പെർ ന്യൂട്ടൺസ് ഇക്വേഷൻ. ന്യൂട്ടൺസിൻ്റെ ഇക്വേഷൻ അനുസരിച്ച് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 280 m/s ആയിരിക്കും. ഇനി വെലോസിറ്റി ഓഫ് സൗണ്ടിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഫസ്റ്റ് ഫാക്ടറാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എ സ്മോൾ ടെമ്പറേച്ചർ വേരിയേഷൻ ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ ഇൻക്രീസസ് ബൈ 0.61 m/s. അതായത് ഓരോ ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോഴും അവിടുത്തെ വെലോസിറ്റി എത്ര ഇൻക്രീസ് ചെയ്യുന്നുണ്ട്? 0.61 m/s ആയിട്ട് റൈസ് ചെയ്യുന്നുണ്ട്. ഇനി പ്രഷർ.
പ്രഷറിൻ്റെ കേസിൽ ഇൻക്രീസിങ് പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അതിൻ്റെ ഡെൻസിറ്റി കംപ്രസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡെൻസിറ്റി കുറച്ചിട്ടാണ് ആ പ്രഷറിനെ അവിടെ ബാലൻസ് ചെയ്യുന്നത്. ദെർഫോർ പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ വെലോസിറ്റി ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഡയറക്റ്റ് എഫക്റ്റ് ഒന്നുമില്ല. കാരണം P/ρ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യും. അങ്ങനെയാണ് അവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത്. ദെർഫോർ പ്രഷർ കൂടിയാലും കുറഞ്ഞാലും വെലോസിറ്റി ഓഫ് സൗണ്ടിന് യാതൊരു എഫക്റ്റും ഉണ്ടാവത്തില്ല. കാരണം ഡെൻസിറ്റി കുറഞ്ഞിട്ട് പ്രഷർ കൂടുന്ന സമയത്ത് ഡെൻസിറ്റി കുറയും, പ്രഷർ കുറയുന്ന സമയത്ത് ഡെൻസിറ്റി കൂടും. ഡെൻസിറ്റി അതിനെ ബാലൻസ് ചെയ്ത് നിർത്തും. ദെർഫോർ പ്രഷറും വെലോസിറ്റിയും തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ലെങ്കിൽ പ്രഷർ കൂടി കഴിഞ്ഞ് വെച്ച് വെലോസിറ്റിക്ക് ചേഞ്ച് ഒന്നും വരുന്നില്ല. നെക്സ്റ്റ്, എഫക്റ്റ് ഓഫ് ഹ്യൂമിഡിറ്റി ഓൺ വെലോസിറ്റി. ഹ്യൂമിഡിറ്റിയുടെ എഫക്റ്റ്. As humidity in air increases, the temperature pressure constant ആവുന്ന സമയത്ത് ഹ്യൂമിഡിറ്റി കൂടുകയാണെങ്കിൽ ഇറ്റ് ഡെൻസിറ്റി ഡിക്രീസസ്, ഹെൻസ് ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ഈസ് ഇൻക്രീസസ്. ഹ്യൂമിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ ഡെൻസിറ്റി കുറയും, ദെർഫോർ വെലോസിറ്റി കൂടും. അപ്പോൾ ഹ്യൂമിഡിറ്റി കൂടിയാലും വെലോസിറ്റി കൂടും, ടെമ്പറേച്ചർ കൂടിയാലും വെലോസിറ്റി കൂടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എഫക്റ്റ് ഓഫ് ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇൻ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എ ഗ്യാസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്. വേവിൻ്റെ സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മിക്സ് ചെയ്യുക അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്യുക. വേവ്സുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർ പൊസിഷൻ പറയുന്നത് എന്താണ്? അറ്റ് ദ പോയിന്റ് വേർ ടു പൾസസ് ഓവർലാപ്പ് ദ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദ വെക്ടർ സം ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഡ്യൂ ടു ഈച്ച് ഓഫ് ദ ടു വേവ് പൾസസ്. അതായത് രണ്ട് പൾസസുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് അതിൽ ഓരോ പൾസിൻ്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെ വെക്ടർ സം ആയിരിക്കും എന്നാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർ പൊസിഷൻ പറയുന്നത്. ഇനി സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് നടക്കുമ്പോൾ അവിടെ രണ്ട് ഫിനോമിനാസ് ആണ് ഉണ്ടാവാൻ പോകുന്നത്. ഒരു ഫിനോമിന ഇന്റർഫറൻസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ ബീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഫസ്റ്റ് കേസിൽ ഇന്റർഫറൻസ്, സെക്കൻഡ് കേസിൽ ബീറ്റ്സ് പ്രൊഡ്യൂസ്. അപ്പോൾ സൂപ്പർ പൊസിഷൻ നടക്കുന്ന സമയത്ത് രണ്ട് ചാൻസസ് ആണ് ഉള്ളത്. ഒന്ന് ഇന്റർഫറൻസും രണ്ട് ബീറ്റ്സും ആണ്. അത് അതിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫേസസിനെ ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒന്നായിരിക്കും നടക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ചില കേസിൽ നമ്മുടെ സെയിം വേവ് ലെങ്ത്തും സെയിം ആംപ്ലിറ്റ്യൂഡും സെയിം സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന വേവുകൾ തമ്മിൽ സൂപ്പർ പൊസിഷൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർ ഇന്റർഫറൻസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വേവ് എന്ന് പറയുന്നത് സ്റ്റേഷനറി വേവോ അല്ലെങ്കിൽ സ്റ്റാൻഡിങ് വേവോ ആയിരിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് മ്യൂസിക്കൽ സൗണ്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. മ്യൂസിക്കൽ സൗണ്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഫസ്റ്റ് വൺ ആണ് പിച്ച്. എന്താണ് പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പിച്ച്, ലോ പിച്ച് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ആ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മ്യൂസിക്കൽ സൗണ്ട് ദാറ്റ് എനേബിൾ അസ് ടു ക്ലാസിഫൈ എ നോട്ട് ആസ് എ ഹൈ ഓർ ലോ. ഒരു നോട്ട്സിന് അല്ലെങ്കിൽ ഒരു സൗണ്ടിനെ ഹൈ ആണോ ലോ ആണോ എന്ന രീതിയിൽ ക്യാരക്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അതിൻ്റെ ആ ഒരു സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് ഒരിക്കലും ഒരു ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ടൊന്നും മെഷർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ക്വാണ്ടിറ്റിയാണ് പിച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലൗഡ്നെസ്. ലൗഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിൻ്റെ ശബ്ദം അല്ലേ. നമ്മുടെ കേൾക്കുന്ന ആളുടെ ചെവിയിലേക്ക് അത് എത്ര എഫക്റ്റിലാണ് വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു സൗണ്ടിൻ്റെ സബ്ജക്റ്റീവ് എഫക്റ്റ് എത്രയാണ്, അതിനെയാണ് നമ്മൾ അതിൻ്റെ ലൗഡ്നെസ് എന്ന് പറയുന്നത്. നമ്മുടെ ലിസണറിൻ്റെ ചെവിയിലേക്ക് വരുന്ന അതിൻ്റെ ആ ഒരു സബ്ജക്റ്റീവ് എഫക്റ്റ് എത്രയാണോ അതിനെയാണ് നമ്മൾ ലൗഡ്നെസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റി ഓഫ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആവറേജ് എമൗണ്ട് ഓഫ് എനർജി ട്രാൻസ്പോർട്ടഡ് ബൈ ദ വേവ് പെർ യൂണിറ്റ് ഏരിയ per second normally across a surface at a given point. ഒരു പെർട്ടിക്കുലർ പോയിന്റ്, സർഫസിൻ്റെ പെർട്ടിക്കുലർ പോയിന്റിൽ പെർ സെക്കൻഡിൽ അതുപോലെ തന്നെ പെർ യൂണിറ്റ് ഏരിയയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആ എനർജി, ആ വേവ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന എമൗണ്ട് ഓഫ് എനർജീനെയാണ് നമ്മൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ലൗഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന ആളുടെ ചെവിയിലേക്ക് ആ ഒരു സൗണ്ടിൻ്റെ എഫക്റ്റ് എത്രയാണ്, അല്ലെങ്കിൽ ആ ഒരു മ്യൂസിക്കിൻ്റെ ആ ഒരു സബ്ജക്റ്റീവ് എഫക്റ്റ് എത്രയാണ്, അതിനെയാണ് നമ്മൾ ലൗഡ്നെസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ ക്വാളിറ്റി. ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിൻ്റെ ക്വാളിറ്റി എത്രയാണെന്നല്ലേ. അപ്പോൾ ക്വാളിറ്റി ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സൗണ്ട് വേവ് which enable us to distinguish between two notes of a same pitch and same intensity but sounded by a two different instrument. അതായത് സെയിം പിച്ചിലും സെയിം ഇൻറ്റൻസിറ്റിയിലും രണ്ട് ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് വേവിനെ നമ്മൾ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അതിൻ്റെ ഒരു ക്യാരക്ടറാണ് അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. എത്ര ക്വാളിറ്റി ഉണ്ട് ആ സൗണ്ട്, അതാണ് ജസ്റ്റ് അത്രേ പറയുന്നുള്ളൂ. എന്താണ് അതിൻ്റെ ക്വാളിറ്റി, അതാണ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് വൺ ഈസ് ദ ഓർഗൻ പൈപ്പ്. ഓർഗൻ പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംപ്ലസ്റ്റ് ഫോം ഓഫ് വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്. വിൻഡ് ഇൻസ്ട്രുമെൻ്റ് ഒരു സിംപ്ലസ്റ്റ് ഫോമാണ്, മ്യൂസിക്കൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിംപ്ലസ്റ്റ് ഫോം ഓഫ് വിൻഡ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഓർഗൻ പൈപ്പ് എന്ന് പറയുന്നത്. ഓർഗൻ പൈപ്പിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ഫ്ലൂട്ട് അല്ലേ. ഫ്ലൂട്ട് എന്താണ് ഓർഗൻ പൈപ്പിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ. കാരണം നമ്മൾ
ഊതിയിട്ട് ആ ഒരു ഇതിൽ നിന്നാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മ്യൂസിക്കൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആണ് ഓർഗൻ പൈപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ലെങ്ത് 4000 ആംസ്ട്രോങ് ടു 7500 ആംസം റേഞ്ചിൽ വരുന്ന വേവ് ലെങ്ത് ഉള്ള വേവുകളെ മൊത്തത്തിലാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ മെയിൻ പ്രോപ്പർട്ടീസ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, EM വേവ്സ് ആർ ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചർ, ട്രാൻസ്വേഴ്സ് ആയിരിക്കും. Next, they consist of electric field and a magnetic field oscillating at a right angle to each other or perpendicular to the direction of propagation. Direction of propagation perpendicular ആയിട്ട് അതിൽ ഇലക്ട്രിക് ഫീൽഡുകളും മാഗ്നറ്റിക് ഫീൽഡുകളും പ്രസന്റ് ആയിരിക്കും. അതുപോലെ തന്നെ they propagate through the free space. ഫ്രീ സ്പേസിലൂടെ അവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. യൂണിഫോം വെലോസിറ്റിയിൽ ഫ്രീ സ്പേസിലൂടെ ആയിരിക്കും അവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നേച്ചർ ആൻഡ് ആക്ഷൻ ഓഫ് ദി വേവ് ഡിപ്പെൻഡ് ഓൺ ദെയർ ഫ്രീക്വൻസി. ആ വേവ്സിന്റെ നേച്ചറും അതിന്റെ ആക്ഷനും അതിന്റെ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ വേവ്സിനൊക്കെ അവരുടെ ഫ്രീക്വൻസിയുടെ അല്ലെങ്കിൽ വേവ് ലെങ്ത്തിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്തതിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ മെയിൻലി വരുന്ന വേവ്സ് അല്ലെങ്കിൽ ആ റേസ് എന്ന് പറയുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ലോ ഫ്രീക്വൻസി റേഡിയേഷൻ, സെക്കൻഡ് വൺ റേഡിയോ വേവ്സ്, തേർഡ് വൺ മൈക്രോവേവ്സ്, and fourth one infrared wave, fifth one visible light, and sixth one ultraviolet, seventh one X-rays and eighth one gamma rays. ഇത്രയും റേസ് ആണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ വരുന്നത്. ഇതിൽ അതിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് ലെങ്ത്തിൻ്റെ ഓർഡറിലാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ വേവ് ലെങ്ത്ത്. വേവ് ലെങ്ത്ത് കൂടി വരുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എക്സ്റേസ് ഉണ്ട്, വിസിബിൾ റേസ് ഉണ്ട്, ഇൻഫ്രാറെഡ്, മൈക്രോവേവ് ഉണ്ട്, റേഡിയോ വേവ് ഉണ്ട്. ഓക്കെ, അപ്പോൾ വേവ് ലെങ്ത്ത് കൂടി വരുന്ന റീജിയനിൽ അല്ലെങ്കിൽ ഫ്രീക്വൻസി കുറഞ്ഞു വരുന്ന ഓർഡറിൽ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഡോപ്ലർ എഫക്ട്. ഡോപ്ലർ എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ അപ്പാരന്റ് ചേഞ്ച് ഓഫ് ഫ്രീക്വൻസി ഒബ്സർവ്ഡ് ഡ്യൂ ടു ദ റിലേറ്റീവ് മോഷൻ ഓഫ് ദ ഒബ്സർവർ ആൻഡ് ദ സോഴ്സ് ഈസ് നോൺ ആസ് ഡോപ്ലർ എഫക്ട്. അതായത് നമ്മുടെ ഒബ്സർവറിൻ്റെയും അതുപോലെ തന്നെ സോഴ്സിൻ്റെയും റിലേറ്റീവ് മോഷൻ്റെ സമയത്ത് അവിടെ ഉണ്ടാകുന്ന ആ ഒരു അപ്പാരന്റ് ചേഞ്ച് ഓഫ് ഫ്രീക്വൻസിനെയാണ് നമ്മൾ ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫിസിക്സ് വേവ് ഫിനോമിനയിൽ നമുക്ക് പഠിക്കാനുള്ള മേജർ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുക നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഡെഫിനിഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ന്യൂമറിക്കൽസ് ചോദിക്കാം, ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിക്കാം. നമുക്ക് 2 ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് വൺ, റൈറ്റ് ന്യൂട്ടൺസ് ഫോർമുല ഫോർ ദ വെലോസിറ്റി ഓഫ് എ സൗണ്ട് ഇൻ എ ഗ്യാസ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ലാപ്ലേസ് കറക്ഷൻ. വെലോസിറ്റി ഓഫ് സൗണ്ട് ന്യൂട്ടൺസിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. അതിന് ലാപ്ലേസ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ലാപ്ലേസിൻ്റെ കറക്ഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്തത് എന്താണ് ബീറ്റ്സ്, ഹൗ ആർ ദെയർ ഫോംഡ്, എങ്ങനെയാണ് അവർ ഫോം ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ വിത്ത് ഗ്രാഫിക്കലി. അതായത് ബീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു വേവ്സ് സൂപ്പർ പോസിഷൻ ചെയ്യുന്ന സമയത്താണ് ബീറ്റ്സ് ഉണ്ടാവുന്നത്. അവരെ നമ്മൾ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യാനായി എക്സ്പ്രസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസ് ഓഫ് എ EM വേവ് വിച്ച് മേക്ക് ദം ഡിഫറെൻറ്റ് ഫ്രം സൗണ്ട് വേവ്. സൗണ്ട് വേവിൽ നിന്ന് EM വേവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്. നമ്മളിപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞു അല്ലേ, ഈ വേവ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് മെയിൻലി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് ടോപ്പിക്സ് പറഞ്ഞു, പക്ഷെ ഒക്കെ ബ്രീഫായിട്ട് ജസ്റ്റ് ബേസ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ സ്ക്രീൻ ഷെയർ ചെയ്ത ക്ലാസ്സുകൾ നമ്മുടെ നാഷണൽ അക്കാഡമിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ എന്ത് ചെയ്യുക, താഴെ കാണുന്ന ആ ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.